ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എങ്ങനെ ഔട്ട്ലൈൻ ഇടാമെന്ന് കാണിച്ചു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഷെയ്ഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. മൂക്കിൻ്റെ ഭാഗത്ത് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് എച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ ചെവിയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ചെവിയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഫസ്റ്റായിട്ട് ഞാനിവിടെ എച്ച് പെൻസിൽ ബ്രൂസ്ട്രോ എന്ന കമ്പനിയുടെ എച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാണ് എടുക്കുന്നത്. എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത്, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, ആ വാല്യൂ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക്നെസ് വാല്യൂ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഇവിടെ ബ്ലെൻഡിങ് ആയിട്ട് ഞാനിവിടെ പേപ്പർ സ്റ്റമ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടെ നമ്മൾ മോണോസീറോ എറേസർ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മോണോസീറോ എറേസർ നമ്മൾ ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് പോർഷൻസ് എവിടേക്ക് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ആ മോണോസീറോൻ്റെ യൂസ് ചെയ്യാം. ഞാനിവിടെ മീശയുടെ ഭാഗത്ത് കിടക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 6B പെൻസിലാണ്. ബ്രൂസ്ട്രോ എന്ന കമ്പനിയുടെ തന്നെ നല്ലൊരു ഡാർക്ക് പെൻസിലാണ് 6B പെൻസിൽ. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഡാർക്ക് ഷെയ്ഡ്സ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ 6B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മളുടെ ബ്ലെൻഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് വർക്കായിട്ട് നമ്മളുടെ മീശയുടെ ആ ഫൈനൽ റിസൾട്ട് നമുക്ക് ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലാക്ക്നെസ് കിട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചുണ്ടിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ചുണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റായിട്ട് നമ്മൾ ആ ഔട്ട്ലൈൻ ഇടുന്നത് എച്ച് പെൻസിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. എച്ച് പെൻസിൽ ഫസ്റ്റ് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അവിടെ എവിടേക്കാണ് ഹൈലൈറ്റ്സ് ഉള്ളത് ആ ഭാഗമൊക്കെ നമ്മൾ അങ്ങനെ ഒഴിച്ചു വിടുക. ആ വൈറ്റ് പോർഷൻസ് ഒക്കെ അങ്ങനെ ഒഴിച്ചു വിടുക. ഒഴിച്ചു വിട്ടതിന് ശേഷം നമ്മുടെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ആ ഷെയ്ഡിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എവിടേക്കാണോ ആ ചുണ്ടിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, പെൻസിൽസ് നല്ല ഷാർപ്പായിട്ട് വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാനിവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ മോണോസീറോ എറേസറും അതുപോലെ തന്നെ വൈറ്റ് ജെൽ പെന്നും ഞാനിവിടെ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു റിയലിസ്റ്റിക്കായ ലിപ്പിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ബാക്കി പോർഷൻസ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് എച്ച് പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ മൈക്ക ബ്രഷ് ഉപയോഗിക്കുന്നു. ഞാനിവിടെ പേപ്പർ യൂസ് ചെയ്യുന്നത് 200 GSM വരുന്ന ഒരു ഐവറി ചാർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ട് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വരയ്ക്കാൻ നല്ലൊരു ചെറിയ കുറഞ്ഞ റേറ്റിലുള്ള നല്ലൊരു ബെസ്റ്റ് പേപ്പർ ആയിരിക്കും. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതൊരു പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ലെയറായിട്ട് ഇവിടെ 4B പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നു. കുറച്ചുകൂടി ഡാർക്ക്നെസ് വാല്യൂ കൂടിയ പെൻസിലാണ് 4B പെൻസിൽ. അതുതന്നെ ഡാർക്ക്നെസ് വാല്യൂ നമ്മൾ നോക്കിയിട്ട് എത്രയാണോ ഡാർക്ക്നെസ് വാല്യൂ വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷെയ്ഡിങ് ഏകദേശം നമ്മളെ ആ ലൈനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യുന്നു. പേപ്പർ സ്റ്റമ്പ് കുറച്ചുകൂടി നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ആ ലൈനിങ് കാര്യങ്ങളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഷെയ്ഡിങ്സ് കിട്ടാനും ഇവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡാർക്ക്നെസ് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ 6B പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യുന്നു. കുറച്ചും കൂടി ഡാർക്ക്നെസ് കൂടാൻ ബ്ലാക്ക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ 6B പെൻസിൽസ് യൂസ് ചെയ്യുന്നു. നമ്മളെ റെഫറൻസ് പിക്കിൽ നല്ലതുപോലെ ഡാർക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ 6B പെൻസിലിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഏതൊക്കെ പിന്നെ ഡീറ്റെയിലിംഗ് കിടക്കുകയാണ്. ആ ഡോട്ടും കാര്യങ്ങൾക്കും ഞാനിവിടെ 6B പെൻസിൽ വെച്ചിട്ട് തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഹൈലൈറ്റ്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വൈറ്റ് പോർഷൻസ് ഞാനിവിടെ മോണോ സീറോ എറേസർ വെച്ചിട്ട് ഞാനിവിടെ ഡോട്ടും ആ സ്കിന്നിൻ്റെ എഫക്റ്റൊക്കെ ഞാനിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു സ്കിന്നിൻ്റെ എഫക്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കാം. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഞാനിവിടെ ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഞാനിവിടെ 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. 4B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് പോർഷൻസും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ ജസ്റ്റ് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അത് ഞാൻ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഒന്നുകൂടി ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗം കുറച്ചുകൂടി ഡാർക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പെൻസിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ 4B പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യാതെ നമ്മൾ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് സ്മൂത്തായിട്ട് ഒരു റിസൾട്ട് കിട്ടൂ. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ അധികം അടുത്തടുത്തായിട്ട് നമ്മൾ പെൻസിൽസിൻ്റെ ഓരോരോ ലൈനും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം ചെയ്യുമ്പോൾ ആ സ്മൂത്ത്നെസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അടുത്തടുത്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വലിയ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടിഷ്യൂ പേപ്പറിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാർക്ക്നെസ് ഏരിയ ഞാനിവിടെ 6B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് കുറച്ച് പ്രസ്സിങ് കൂട്ടിയിട്ട് പെൻസിൽസിൻ്റെ ഗ്രേഡ് ഞാനിവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡാർക്ക്നെസ് വാല്യൂ ഞാൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡാർക്ക്നെസ് വാല്യൂ കൂട്ടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ വർക്ക് നമുക്ക് ഒന്നുകൂടി നല്ല റിയലിസ്റ്റിക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. കഴുത്തിൻ്റെ ആ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എത്രയൊക്കെയാണോ ആ ഡാർക്ക്നെസ് വാല്യൂ വരുന്നത്, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, എവിടേക്കാണോ ആ കഴുത്തിൻ്റെ കുഴിയൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ സ്മോൾ ഏരിയ കൊണ്ട് തന്നെ ഞാനിവിടെ ഇയർബഡ്സ് ഉപയോഗിക്കുന്നു. ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സ്മോളസ്റ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 6B പെൻസിൽ യൂസ് ചെയ്യുകയാണ്. ബ്രൂസ്ട്രോ എന്ന കമ്പനിയുടെ 6B പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഓരോരോ റൗണ്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ റിങ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി 4B പെൻസിലൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടി ഡാർക്ക്നെസ് ഏരിയ ഉള്ളത് ഞാൻ ഒന്നുകൂടി ഷെയ്ഡ് എടുക്കുകയാണ്. എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, ഡാർക്ക്നെസ് ഉള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.